ഹായ് സ്റ്റുഡൻസ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആസ്പിയർ വിൻ എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. നമുക്കെല്ലാവർക്കും ഒരുപാട് കളികൾ ഇഷ്ടമാണ്. ഒരുപാട് തരത്തിലുള്ള കളികൾ ഇന്ന് ലോകത്തുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കളി ആണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. അതിൽ ലോകത്ത് തന്നെ അറിയപ്പെട്ട ഒരാളായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ. ആ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഒരു ഓട്ടോബയോഗ്രഫിയാണ് ഇത് നമുക്ക് പഠിക്കാനുള്ളത്. സച്ചിൻ്റെ പേര് സച്ചിൻ രമേശ് തെണ്ടുൽക്കർ എന്നാണ് യഥാർത്ഥ പേര്. നമ്മുടെ ബയോഗ്രഫിക്ക് നൽകിയിട്ടുള്ള ഹെഡിങ് ലേണിംഗ് ദ ഗെയിം എന്നാണ്. ഓക്കെ, നമുക്ക് പാഠഭാഗത്തിലോട്ട് പോവാം. ഫ്രം എ വെരി ഏർലി ഏജ് ഐ പ്ലേഡ് ടെന്നീസ് ബാൾ ക്രിക്കറ്റ് വിത്ത് മൈ കോളനി ഫ്രണ്ട്സ്. എൻ്റെ ചെറുപ്പകാലത്തിൽ തന്നെ ഞാൻ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ടെന്നീസ് ബോൾ ക്രിക്കറ്റ് വിത്ത് മൈ കോളനി ഫ്രണ്ട്സ്. എൻ്റെ കോളനി ഫ്രണ്ട്സുമായിട്ട് ഞാൻ ക്രിക്കറ്റ് കളിച്ചിരുന്നു. ഐ ലവ്ഡ് വാച്ചിങ് ക്രിക്കറ്റ് ഓൺ ടെലിവിഷൻ ആൻഡ് ഇൻ അവർ ഗെയിംസ്. ഐ often tried emulate the mannerism of my favorite players, Sunil Gavaskar and the West Indian legend Viv Richards. Okay, I played tennis ball cricket with my colony friends. അല്ലേ, ഞാൻ എൻ്റെ കോളനി ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കോളനി ഫ്രണ്ട്സുമായിട്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു. എൻ്റെ ഏർലി ഏജിൽ തന്നെ, ചെറുപ്പത്തിലേ ഞാൻ കളിക്കാറുണ്ട്. ഓക്കെ, ഐ ലവ്ഡ് വാച്ചിങ് ക്രിക്കറ്റ്. ഞാൻ കളിക്കുക മാത്രമല്ല, ഐ ലവ്ഡ് വാച്ചിങ് ക്രിക്കറ്റ് ഓൺ ടെലിവിഷൻ. ഞാൻ ടെലിവിഷനിൽ ക്രിക്കറ്റ് കാണാനും ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു വാച്ചിങ് ക്രിക്കറ്റ് ഓൺ ടെലിവിഷൻ. ടെലിവിഷനിൽ ക്രിക്കറ്റ് കാണുമ്പോൾ എനിക്ക് ഒരു ഹരമായിരുന്നു, എനിക്കിഷ്ടമായിരുന്നു. ഇൻ അവർ ഗെയിംസ്, ഞങ്ങളുടെ കളികളിലൊക്കെ ഐ often try to emulate the mannerism of my favorite players. ഞങ്ങളുടെ കളികളിലെല്ലാം ഞാൻ എൻ്റെ ഫേവറേറ്റ് പ്ലേയേഴ്സിനെ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടായിരുന്നു. എമുലേറ്റ് എന്ന് പറഞ്ഞാൽ അനുകരിക്കുക, മാനറിസം എന്ന് പറഞ്ഞാൽ ശൈലികൾ. അപ്പോൾ എൻ്റെ മൈ ഫേവറേറ്റ് പ്ലേയേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട താരങ്ങളുടെ ശൈലികൾ, അവരെടുക്കുന്ന ശൈലികൾ ഞാൻ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടായിരുന്നു. അതാരൊക്കെയാണ്? സുനിൽ ഗവാസ്കർ ആൻഡ് ദ വെസ്റ്റ് ഇന്ത്യൻ ലെജൻഡ് വിവ് റിച്ചാർഡ്സ്. വെസ്റ്റ് ഇന്ത്യൻ ഇതിഹാസമായ വിവ് റിച്ചാർഡിൻ്റെയും സുനിൽ ഗവാസ്കറിൻ്റെയും ശൈലികൾ ഞാൻ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഇൻ ജസ്റ്റ് ദ ബാറ്റ്സ്മാൻ ദാറ്റ് ഐ സ്റ്റഡീഡ്. ഞാനൊരു ബാറ്റ്സ്മാനെ കുറിച്ച് മാത്രമല്ല പഠിച്ചിരുന്നത്, ബട്ട് ഞാൻ ഇവരെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും സുനിൽ ഗവാസ്കറിനെ കുറിച്ചും അതേപോലെ വെസ്റ്റ് ഇന്ത്യൻ ലെജൻഡ് വിവ് റിച്ചാർഡിനെ കുറിച്ചൊക്കെ ഞാൻ പഠിക്കുകയും അവരുടെ ശൈലികളെ അനുകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിലും, അതാണ് ബട്ട് എന്ന് പറഞ്ഞാൽ. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇറ്റ് വാസ് ഇൻ ജസ്റ്റ് ദ ബാറ്റ്സ്മാൻ ദാറ്റ് ഐ സ്റ്റഡീഡ്. പക്ഷേ ഇറ്റ് വാസ് ഇൻ ജസ്റ്റ് ദ ബാറ്റ്സ്മാൻ ദാറ്റ് ഐ സ്റ്റഡീഡ്. ഞാൻ പഠിച്ചത് ഒരു ബാറ്റ്സ്മാൻമാരെ കുറിച്ച് മാത്രമായിരുന്നില്ല. ഐ ആൾസോ ലവ്ഡ് ബൗളിംഗ്. ഞാൻ ബൗളിംഗും ചെയ്തിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ത്രൂ ഔട്ട് മൈ കരിയർ, എൻ്റെ കരിയർ മുഴുവൻ ഐ ഹാവ് ആക്ച്വലി ബൗൾഡ് എ ലോട്ട് ഇൻ ദ നെറ്റ്സ്. ഞാൻ ഒരുപാട് പ്രാവശ്യം നെറ്റിൽ പന്തെറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം ഞാൻ നെറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പന്ത് എറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ചെറുപ്പകാലം മുതലേ കളിക്കാറുണ്ടായിരുന്നു. അന്നേ എനിക്ക് ടി വിയിൽ ക്രിക്കറ്റ് കാണുന്നത് ഇഷ്ടമായിരുന്നു. മാത്രമല്ല, ഞാൻ വലിയ കളിക്കാരായ സുനിൽ ഗവാസ്കറിൻ്റെയും വെസ്റ്റ് ഇന്ത്യൻ ഇതിഹാസമായ വിവ് റിച്ചാർഡിൻ്റെയൊക്കെ ശൈലികളെ അനുകരിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ബാറ്റ്സ്മാൻമാരെ മാത്രം അല്ല പഠിച്ചിരുന്നത്, മാത്രമല്ല ഞാൻ ബൗളിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഐ വാസ് ദെൻ സ്റ്റഡിയിങ് ഇൻ ദ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ മുംബൈ. ആ സമയത്ത് അക്കാലത്ത് ഞാൻ മുംബൈയിലെ ന്യൂ ഇംഗ്ലീഷ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ബട്ട് മൈ ബ്രദർ അജിത് ന്യൂ ദാറ്റ് കമ്പയർഡ് ടു അതർ സ്കൂൾ ഇൻ മുംബൈ, ശാദാശ്മം വിദ്യാമന്ദിർ വെർ രാമകാന്ത് അച്രേക്കർ സാർ was the cricket coach, gave due importance to the game of cricket. അങ്ങനെ
ബട്ട് മൈ ബ്രദർ അജിത്ത്, ഞാൻ ന്യൂ ഇംഗ്ലീഷ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. പക്ഷേ മൈ ബ്രദർ അജിത്ത്, എൻ്റെ ബ്രദർ അജിത്ത് മനസ്സിലാക്കി ദാറ്റ് കമ്പയർഡ് ടു അതർ സ്കൂൾ ഇൻ മുംബൈയിലുള്ള മറ്റ് സ്കൂളുകളുമായിട്ട് സ്കൂളുകളെ കമ്പയർ ചെയ്തപ്പോൾ, മുംബൈയിലുള്ള മറ്റ് സ്കൂളുകളുമായിട്ട് എൻ്റെ സ്കൂളിനെ കമ്പയർ ചെയ്തപ്പോൾ ഷാദാശ്മം വിദ്യാമന്ദിർ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാതെ മുംബൈയിലുള്ള ഒരുപാട് സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളെ മൊത്തം ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കിയ സമയത്ത് ഷാദാശ്മം വിദ്യാമന്ദിർ വേർ രാമകാന്ത് അച്ഛരേക്കർ സാർ വാസ് ദ ക്രിക്കറ്റ് കോച്ച്. രാമകാന്ത് അച്ഛരേക്കർ സാർ ക്രിക്കറ്റ് കോച്ചായിട്ടുള്ള മുംബൈയിലെ ഷാദാശ്രമം വിദ്യാമന്ദിർ എന്ന് പറയുന്ന ആ സ്കൂള് ഗേവ് ഡ്യൂ ഇമ്പോർട്ടൻസ് ടു ദ ഗെയിം ഓഫ് ക്രിക്കറ്റിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന സ്കൂള് ഷാദാശ്രമം വിദ്യാമന്ദിറാണെന്ന് മനസ്സിലായി. കാരണം എന്താ, അവിടെയാണ് ഏറ്റവും നല്ല കോച്ചായ രാമകാന്ത് അച്ഛരേക്കർ സാർ ഉള്ളത്. ഓക്കെ, മാത്രമല്ല ഹി റാൻ സമ്മർ ക്യാമ്പ് ടു, അദ്ദേഹം സമ്മർ ക്യാമ്പുകൾ നടത്തുന്നുണ്ടായിരുന്നു, അവിടെ വേനൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ടായിരുന്നു. അജിത് വൺ ഡേ ടുക്ക് മീ ടു ദ ക്യാമ്പ് ടു ഗെറ്റ് ട്രെയിൻഡ് അണ്ടർ സാർ. ഒരു ദിവസം സാറിൻ്റെ കീഴിൽ എനിക്ക് ട്രെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ അവിടേക്ക് കൊണ്ടുപോയി. എനിവൺ കുഡ് കം ഫോർ എ ട്രയൽ അറ്റ് ദ ക്യാമ്പ്, ആർക്കും ഒരു ട്രയലിന് വേണ്ടി, ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ ക്യാമ്പിൽ വരാം. പക്ഷേ then it was up to sir to decide who to accept. ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് സാറ് തീരുമാനമാണ്. ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് രാമകാന്ത് അച്ഛരേക്കർ സാറാണ് തീരുമാനിക്കൽ. ഓക്കെ, I was 11 years old then. എനിക്ക് 11 വയസ്സാണ് അപ്പോൾ പ്രായം. I was 11 years old then. എനിക്കപ്പോൾ 11 വയസ്സായിരുന്നു പ്രായം. അച്ഛരേക്കർ സാർ, as I refer to him, അച്ഛരേക്കർ സാർ എന്നാണ് ഞാൻ അദ്ദേഹത്തെ പരാമർശിക്കാറ്. സ്റ്റാർട്ടഡ് പ്ലേയിങ് ക്രിക്കറ്റ് അറ്റ് ദ ഏജ് ഓഫ് 11 in 1943. 1943 അദ്ദേഹത്തിന് 11ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ക്രിക്കറ്റ് കളി തുടങ്ങിയത്. വിച്ച് ഈസ് ദ ഏജ് ഐ വാസ് വെൻ ഐ വെൻറ്റ് ടു ഹിം ഫോർ ദ ഫസ്റ്റ് ടൈം. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണാൻ പോയ സമയവും അതായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ ഞാൻ കളി തുടങ്ങിയ സമയവും സാറ് കളി തുടങ്ങിയ സമയം ഒരേ സമയമായിരുന്നു എന്നർത്ഥം. ഐ ഹാഡ് നെവർ ബാറ്റഡ് ഇൻ ദ നെറ്റ്സ് ബിഫോർ. ഞാൻ ഇതിനു മുമ്പ് നെറ്റിൽ ബാറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ആൻഡ് ഫെൽറ്റ് സം വാർഡ് ഓവർ ഔട്ട് വിത്ത് സോ മെനി പീപ്പിൾ അറൗണ്ട്. എനിക്ക് ചുറ്റും ഒരുപാട് ആളുകൾ ഉള്ളത് എന്നെ അലോസരപ്പെടുത്തി. വെൻ ഐ വാസ് ആസ്ക്ഡ് ടു ബാറ്റ്, എന്നോട് ബാറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഐ വാസ് നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ. ഞാൻ ഒട്ടും സുഖത്തിലായിരുന്നില്ല, എനിക്കൊരു സുഖമില്ലായിരുന്നു. വിത്ത് സാർ വാച്ചിങ് മീ സോ ക്ലോസ്ലി. എന്താ കാരണം, സാറ് അടുത്ത് നിന്ന് നിരീക്ഷിക്കുന്നുണ്ട്. ആ നിരീക്ഷണം ഐ ഫെൽ ടു മേക്ക് ആൻ ഇമ്പാക്റ്റ്. ആ സമ്മർദ്ദം എന്നെ പരാജയപ്പെടുത്തി. സർ കാൾ അജിത്ത് അസൈഡ്. സാറ് അജിത്തിനെ വിളിച്ചു. ആൻഡ് ഇൻഫോംഡ് ഹിം ദാറ്റ്. എന്നിട്ട് അജിത്തിനോട് പറഞ്ഞു, ഐ വാസ് പെർഹാപ്സ് ടു യങ്. ഞാൻ വളരെയധികം ചെറുപ്പമാണ്. മേക്ക് ദ ക്യാമ്പ്. അപ്പോൾ സാറ് നമ്മുടെ അജിത്തിനെ വിളിച്ചിട്ട് പറയാണ്, ഐ വാസ് പെർഹാപ്സ് ടു യങ് ടു മേക്ക് ദ ക്യാമ്പ് ആൻഡ് സജസ്റ്റഡ് ദാറ്റ് ഹി ഷുഡ് ബ്രിങ് മീ ബാക്ക് വെൻ ഐ വാസ് എ ലിറ്റിൽ ഓൾഡർ. എനിക്ക് കുറച്ചുകൂടെ പ്രായമായതിനു ശേഷം കൊണ്ടുവരാനും, എനിക്കിപ്പോൾ പ്രായം ചെറുതാണെന്നും നമ്മുടെ അജിത്തിനെ സാർ അറിയിച്ചു. ഓക്കെ, സാറ് പറഞ്ഞു ഇവനക്ക് പ്രായമായിട്ടില്ല, ചെറിയ കുട്ടിയാണ്, ഒന്നുകൂടെ പ്രായമായതിനു ശേഷം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് അവരുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ലവണ്ണം ബാറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല, കംഫർട്ടല്ലായിരുന്നു. ബാറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഐ വാസ് നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ. ഞാൻ ഒട്ടും സുഖത്തിലായിരുന്നില്ല ബാറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്തെ. കാരണം എന്താ, ക്ലോസ്ലി ആയിട്ട് അച്ഛരേക്കർ സാറുണ്ട്, മറ്റുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിൽ സമ്മർദ്ദം വന്നിട്ട് ആ ബാറ്റിങ്ങിൽ ഞാൻ പരാജയപ്പെട്ടു. അപ്പോൾ സാറ് ചേട്ടനെ വിളിച്ചിട്ട് പറയാണ്, ഇവൻ വളരെ ചെറുതാണ്, ഒന്നുകൂടെ വലുപ്പമായിട്ട് കൊടുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞയച്ചു. മൈ ഇൻഡക്ഷൻ ഇൻ ടു ദ മുംബൈ ക്രിക്കറ്റ് സർക്യൂട്ട്
could have ended in failure but for Ajith's insistence. അജിത്തിൻ്റെ നിർബന്ധം ഇല്ലായിരുന്നുവെങ്കിൽ മുംബൈ ക്രിക്കറ്റ് സർക്യൂട്ടിലേക്കുള്ള എൻ്റെ പ്രവേശനം പരാജയപ്പെടുമായിരുന്നു എന്നർത്ഥം. ഹാവിങ് സീൻ മീ പ്ലേ ഇൻ ദ കോളനി, കോളനിയിൽ എൻ്റെ കളി അജിത്ത് കാണാറുള്ളതിനാൽ അജിത്തിന് ബോധ്യമുണ്ട് ഐ വാസ് ക്യാപ്പബിൾ ഓഫ് പെർഫോമിങ് ഫാർ ബെറ്റർ ദാൻ ഐ ഹാഡ് ഡൺ ഇൻ ഫ്രണ്ട് ഓഫ് അജ്രേക്കർ സാർ. അജ്രേക്കർ സാറിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ച പ്രകടനത്തിനേക്കാൾ ഉഷാറായിട്ട് എനിക്ക് കളിക്കാൻ കഴിയുന്ന കോളനി കളി കണ്ടിട്ട് അജിത്തിന് ബോധ്യമുണ്ട്. ഓക്കെ, ഹി എക്സ്പ്ലെയിൻഡ് ദാറ്റ്. അതുകൊണ്ട് തന്നെ അജിത്ത് വിശദീകരിച്ചു കൊടുത്തു. ഹി എക്സ്പ്ലെയിൻഡ് ദാറ്റ് ഐ വാസ് നെർവസ്, ഞാൻ പേടിച്ചതായിരുന്നുവെന്നും ആൻഡ് ആസ്ക്ഡ് സർ ടു ഗിവ് മീ വൺ മോർ ഓപ്പർച്യൂണിറ്റി, ഒരിക്കൽ കൂടെ ഓപ്പർച്യൂണിറ്റി, ഒന്നും കൂടെ ഓപ്പർച്യൂണിറ്റി, അവസരം വേണമെന്ന് ചോദിക്കുകയും ചെയ്തു. മാത്രമല്ല ഒരു കണ്ടീഷനും കൂടി മുന്നോട്ട് വെച്ച. ഹവർ എന്നിരുന്നാലും ഹി സജസ്റ്റഡ്, അദ്ദേഹം നിർദ്ദേശിച്ചു, അജിത്ത് പറഞ്ഞു ദാറ്റ് എന്തെന്നാൽ വൈൽ ഡൂയിങ് സോ സർ ഷുഡ് പ്രെറ്റൻഡ് ടു ഗോ അവേ. ഇങ്ങനെ ചെയ്യുന്നതിനിടയിൽ, അവൻ ബാറ്റ് ചെയ്യുന്നതിനിടയിൽ സാറെന്ത് ചെയ്യണം, അച്രേക്കർ സാറ് നിങ്ങൾ അഭിനയിക്കണം, ഭാവിക്കണം. പ്രറ്റൻഡ് മീൻസ് ഭാവിക്കണം. ടു ഗോ അവേ, പോകുന്നതായിട്ട്. ആൻഡ് ദെൻ വാച്ച് ഫ്രം എ ഡിസ്റ്റൻസ്, എന്നിട്ട് ഒന്ന് ദൂരെ നിന്നിട്ട് വാച്ച് ചെയ്യണം. സാർ അഗ്രീഡ്, സാറ് സമ്മതിച്ചു. ബിഫോർ ലോങ് ഐ വാസ് ആസ്ക്ഡ് ടു ബാറ്റ് അഗെയിൻ ആൻഡ് വിതൗട്ട് സേഴ്സ് ട്രൈൻഡ് ഐസ് സ്ക്രൂട്ടനൈസിങ് മീ. അധികം വൈകാതെ എന്നെ ബാറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടു. വിതൗട്ട് സാർസ് ട്രൈൻഡ് ഐസ് സ്ക്രൂട്ടനൈസിങ് മീ ഓർ സോ ഐ തോട്ട്. എൻ്റെ നേർക്കുള്ള സാറിൻ്റെ സൂക്ഷ്മ പരിശോധനയില്ലാത്ത കണ്ണുകളോടുകൂടി, അല്ലെങ്കിൽ സാർ എന്നെ നോക്കണില്ല എന്ന് താൻ ചിന്തിച്ചതുകൊണ്ട് തന്നെ ഐ ഫെൽറ്റ് മോർ അറ്റ്സ് ഈസ് ആൻഡ് എനിക്ക് വളരെയധികം ആശ്വാസം തോന്നി ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് സൂൺ സ്റ്റാർട്ട് ടു ഹിറ്റ് ബോൾ വെൽ, ഞാൻ നന്നായി ബോൾ തട്ടാനും തുടങ്ങി. ദിസ് ടൈം സാർ അഗ്രീഡ് ടു ലെറ്റ് മീ ജോയിൻ ദ ക്യാമ്പ്. ആ സമയം സാർ എന്നെ ക്യാമ്പിലെടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചു. ഐ വാസ് ഡിലൈറ്റഡ്, ഞാൻ വളരെയധികം സന്തോഷിച്ചു. ആൻഡ് ഐ മസ്റ്റ് സേ ഇറ്റ് വാസ് ആൻ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ട്രാൻസ്ഫോംഡ് മൈ ലൈഫ്. ഇതാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു അവസരം എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. ഐ മസ്റ്റ് സേ, ഞാൻ തീർച്ചയായിട്ടും പറയും, ഇറ്റ് വാസ് ആൻ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ട്രാൻസ്ഫോംഡ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച അവസരം അതായിരുന്നുവെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. The camp involved a session every morning and evening at the Shivaji Park. ഷിവാജി പാർക്കിൽ എല്ലാ മോർണിംഗിലും എല്ലാ വൈകുന്നേരങ്ങളിലും ഒരു സെഷൻ ഉണ്ടായിരുന്നു. I would practice between 7:30 a.m. and 10:30 a.m. in the morning. എല്ലാ ദിവസവും 7:30 രാവിലെ, പകൽ 7:30 10:30 ഇടയിലാണ് രാവിലത്തെ പ്രാക്ടീസ് ഉണ്ടാവാറ്. മാത്രമല്ല then I would come back in the afternoon and practice till late evening. ഞാൻ ആഫ്റ്റർനൂണിൽ തിരിച്ചു വന്നാൽ വൈകുന്നേരം വരെ പ്രാക്ടീസ് ചെയ്യും. The schedule was rigorous. ഈ ഷെഡ്യൂള്, ഈ സമയക്രമങ്ങൾ വാസ് റിഗേഴ്സ്, അത് വളരെയധികം കർക്കശമായിരുന്നു. ആൻഡ് ഐ വുഡ് ബി എക്സോസ്റ്റഡ് ബൈ ദ എൻഡ് ഓഫ് ദി ഡേ. ആ ദിവസം അവസാനിക്കുമ്പോഴേക്കും ഞാൻ വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ടാകുമായിരുന്നു. ട്രാവലിംഗ് ടു ശിവാജി പാർക്ക് ലുക്ക് 40 minutes. അപ്പോൾ ട്രാവലിംഗ് ടു ശിവാജി പാർക്ക് ടുക്ക് 40 minutes ഫ്രം മൈ ഹൗസ്. അപ്പോൾ ശിവാജി പാർക്കിലോട്ടുള്ള യാത്ര, എൻ്റെ വീട്ടിൽ നിന്നുള്ള യാത്രക്ക് 40 minute എടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻ ബന്ദ്രയിലുള്ള എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ ട്രാവലിംഗ് ടു ശിവാജി പാർക്ക് ടു 40 minutes ഫ്രം മൈ ഹൗസ് ഇൻ ബാന്ദ്രയിലുള്ള എൻ്റെ വീട്ടിൽ നിന്നും ശിവാജി പാർക്കിലേക്ക് 40 minute ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഹാഡ് ടു ക്യാച്ച്. അപ്പോൾ എനിക്ക് നേരത്തെ തന്നെ എനിക്ക്
ബസ് പിടിക്കണമെങ്കിൽ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നേരത്തെ എത്തണം എന്നുണ്ടെങ്കിൽ, നേരത്തെ ഗ്രൗണ്ടിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നേരത്തെ പോരേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഐ ഹാഡ് ടു ക്യാച്ച് ആൻ ഏർലി മോർണിംഗ് ബസ്. ഞാൻ രാവിലെയുള്ള ബസ് തന്നെ പിടിക്കും. ടു മേക്ക് ഇറ്റ് ഓൺ ദ ടൈം, കൃത്യസമയത്ത് എത്താൻ വേണ്ടിയിട്ട്. ഫോർ ദ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ്, ആദ്യ കുറച്ച് ദിവസങ്ങളിൽ അജിത് അക്കംപൈൻഡ് മീ, അജിത് എൻ്റെ കൂടെ വന്നു. ടു ഗെറ്റ് മീ യൂസ്ഡ് ടു ദ റൂട്ടീൻ, എനിക്ക് എനിക്ക് പതിവ് ശീലങ്ങൾ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. ഡ്യൂറിങ് ദ ബസ് ജേർണീസ്, ബസ് യാത്രക്കിടയിൽ ഹീ വുഡ് ടോക്ക് ടു മീ, അജിത് എന്നോട് സംസാരിച്ചു. അബൌട്ട് ദ നോൺസെൻസ് ഓഫ് ബാറ്റിങ്ങിൻ്റെ സൂക്ഷ്മതകളെക്കുറിച്ച്. ബാറ്റിങ്ങിൽ ഒരുപാട് സൂക്ഷ്മതകളുണ്ട്, ഒരുപാട് ശ്രദ്ധിക്കേണ്ട സംഗതികളുണ്ട് എന്ന് അതിനെക്കുറിച്ച് അജിത്ത് എന്നോട് സംസാരിച്ചു. ആൻഡ് ഐ ഓൾവേസ് എൻജോയ് ദിസ് കോൺവെർസേഷൻ എലോട്ട്. ഈ കോൺവെർസേഷൻ ഞാൻ ഒരുപാട് ഞാൻ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഫാക്റ്റ് യഥാർത്ഥത്തിൽ ഇൻ ഓൺ തിങ് ദാറ്റ് ഐ ഹാവ് കെപ്റ്റ് വിത്ത് മീ ഓൾ മൈ കരിയർ ഈസ് a note that Ajit gave me containing some thoughts about batting. ബാറ്റിങ്ങിനെ കുറിച്ച് എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ ബ്രദർ അജിത്ത് പറഞ്ഞു തന്ന സംഗതികളായിരുന്നു എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കരിയറിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള സംഗതി. ഇറ്റ് സെർവ്ഡ് ആസ് എ വെരി പേഴ്സണൽ കോച്ചിങ് മാനുവൽ. അത് വളരെയധികം ഒരു പേഴ്സണൽ പരിശീലന പുസ്തകമായിട്ട് തന്നെ എനിക്ക് മാറി. അജിത്തിൻ്റെ ആ ബാറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു ഉപദേശം, നോൺസെൻസ് ഓഫ് ബാറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട സംഗതി, ബാറ്റിങ്ങിലെ സൂക്ഷ്മതയെക്കുറിച്ചുള്ള എന്നോടുള്ള സംസാരം, അത് എല്ലാ സമയത്തും ഞാൻ ആസ്വദിച്ചിരുന്നു എന്ന് മാത്രമല്ല, അത് എൻ്റെ ജീവിതത്തിലുള്ള വളരെയധികം ഒരു പരിശീലന പുസ്തകം തന്നെയായി മാറി. ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഐ ഹാഡ് ഓൺലി വൺ സെറ്റ് ഓഫ് ക്രിക്കറ്റ് ക്ലോത്ത്. എനിക്ക് ആകെ ഒരു ക്രിക്കറ്റ് ക്ലോത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. And the routine was to wash them as soon as I would return from the morning session. മോർണിംഗ് സെഷൻ കഴിഞ്ഞ് വന്ന ഉടനെ അത് അലക്കിയിടുക എന്നുള്ളതായിരുന്നു എൻ്റെ പതിവ്. വൈൽ ഐ ഹാഡ് മൈ ലഞ്ച്, ഞാൻ ലഞ്ച് കഴിക്കുന്നതിനിടയിൽ ദ ക്ലോത്ത് വുഡ് ഡ്രൈ ഔട്ട് ഇൻ ദ സൺ, സൂര്യപ്രകാശം തട്ടിയിട്ട് അത് ഉണങ്ങുമായിരുന്നു. ആൻഡ് ഐ വുഡ് വിയർ ദം അഗെയിൻ ഇൻ ദ ആഫ്റ്റർനൂണിൽ വീണ്ടും അതിട്ടിട്ട് പോകും. The pattern was repeated in the evening. വൈകുന്നേരങ്ങളിലും ഈ പാറ്റേൺ തുടർന്നുകൊണ്ടിരുന്നു. കാരണം so that I could use the same set of clothes in the following morning. അടുത്ത ദിവസം രാവിലെയും എനിക്ക് ഈ ഡ്രസ്സ് തന്നെ ഇടാനുള്ളത് കൊണ്ട് ഈ പാറ്റേൺ വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു വൈകുന്നേരം. The system worked well. ഈ സിസ്റ്റം നന്നായി പ്രവർത്തിച്ചു. അപ്പാർട്ട് ഫ്രം മൈ പോക്കറ്റ്സ്, എൻ്റെ പോക്കറ്റ് ഒഴികെ. There was never quite enough time. അത് മതിയായ സമയമില്ലായിരുന്നു ഫോർ ദ പോക്കറ്റ്സ് ടു ഡ്രൈ ഔട്ട് കംപ്ലീറ്റ്ലി. പോക്കറ്റ് നന്നായി ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള സമയമില്ലായിരുന്നു. ആൻഡ് ഫോർ ദ ഡ്യൂറേഷൻ ഓഫ് ദ ക്യാമ്പിൻ്റെ സമയം മുഴുവൻ അല്ലേ, ദ ഡ്യൂറേഷൻ ഓഫ് ദ ക്യാമ്പ് ഐ പ്ലേഡ് വിത്ത് മൈ വെറ്റ് പോക്കറ്റ്. ക്യാമ്പ് മുഴുവനും ഞാൻ നനഞ്ഞ പോക്കറ്റുമായിട്ടായിരുന്നു കളിച്ചിരുന്നത്. ബൈ ദ മിഡിൽ ഓഫ് ദ സമ്മർ ക്യാമ്പിൻ്റെ മിഡിലിൽ സാർ ഹാഡ് സ്റ്റാർട്ട് ടേക്ക് ഇൻ ആക്റ്റീവ് ഇൻട്രസ്റ്റ്. സാർ ഒരു ആക്റ്റീവായിട്ടുള്ള ഇൻട്രസ്റ്റ് എടുത്തു ഇൻ മൈ ബാറ്റിംഗ്, എൻ്റെ ബാറ്റിങ്ങിൽ. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് 2 months, ഈ 2 മാസത്തിൻ്റെ അവസാനത്തിൽ ഇൻഫോംഡ് ദ അജിത്തിനെ അറിയിച്ചു ദാറ്റ് ഐ ഹാഡ് ദ പൊട്ടൻഷ്യൽ ടു ബി എ ഗുഡ് ക്രിക്കറ്റർ ഇഫ് ഐ പ്രാക്ടീസ്ഡ് ഓൾ ഇയർ റൗണ്ട്. ഈ വർഷം മുഴുവൻ നന്നായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അവൻ നല്ലൊരു ക്രിക്കറ്റർ ആവാനുള്ള കഴിവ് അവനക്കുണ്ട് എന്ന് അറിയിച്ചു. ഹവർ മൈ സ്കൂൾ ദ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ ഇൻ ബന്ദ്ര, എൻ്റെ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ ബന്ദ്രയിലുള്ള ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ ഡിഡ് നോട്ട് ഹാവ് ക്രിക്കറ്റ് ഫെസിലിറ്റീസ്. എൻ്റെ ഇംഗ്ലീഷ് സ്കൂളിൽ നല്ല ക്രിക്കറ്റ് ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സാർ വാസ് നീൻ ഫോർ മീ എ ചേഞ്ച് സ്കൂൾ ഇഫ് ഐ വാണ്ടഡ് ടു പേഴ്സ് ക്രിക്കറ്റ് സീരിയസ്ലി. ക്രിക്കറ്റിനെ ഗൗരവമായി എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ സ്കൂൾ മാറ്റത്തെക്കുറിച്ച് സാർ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ
ഇംഗ്ലീഷ് സ്കൂളിൽ ബന്ദ്രയിലുള്ള ഇംഗ്ലീഷ് സ്കൂളിലെ സൗകര്യം ഇല്ലെങ്കിലും ക്രിക്കറ്റ് നന്നായി എന്താ പറയുക ഗൗരവത്തോടു കൂടി എടുക്കുമെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റ് മാറ്റത്തിൽ സാറ് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഓൺ ഈവനിങ്, ഒരു വൈകുന്നേരം, സർ കാൾ മൈ ഫാദർ, എൻ്റെ ഫാദറിനെ വിളിച്ചു. ആൻഡ് പുട്ട് ഫോർവേഡ് ഹിസ് സജഷൻ, അദ്ദേഹത്തിന് നിർദ്ദേശം വെച്ചു. അജിത് വാസ് ഇൻ ദ റൂം, അജിത് റൂമിലായിരുന്നു. വിത്ത് മൈ ഫാദർ, എൻ്റെ ഫാദറിനോട് കൂടെ. അറ്റ് ദ ടൈം ആൻഡ് ദേ ബോത്ത് അക്സെപ്റ്റഡ് ദാറ്റ് ഇറ്റ് വാസ് നെസസറി, അവർ രണ്ടാളും ഇത് അത്യാവശ്യമാണെന്ന് സമ്മതിച്ചു. ഇഫ് ക്രിക്കറ്റ് വാസ് ടു ബി മൈ പ്രിയോറിറ്റി, ക്രിക്കറ്റ് എൻ്റെ മുൻഗണനയിലുള്ളതാണെങ്കിൽ ഇത് അത്യാവശ്യമാണെന്ന് അവരും സമ്മതിച്ചു. മൈ ഫാദർ സാറ്റ് മീ ഡൗൺ, എൻ്റെ അടുക്കലിരുന്നു. ആൻഡ് എക്സ്പ്ലെയിൻ, എന്നെ ഉപദേശിച്ചു തന്നു. ദാറ്റ്, എന്തെന്നാൽ, വെൽ ഹി ഡിഡ് നോട്ട് ഹാവ് എനി ഒബ്ജക്ഷൻ ഇൻ മൈ ചേഞ്ചിങ് സ്കൂൾ, എൻ്റെ സ്കൂൾ ചേഞ്ച് ആവുന്നതിൽ ഒരു എതിർപ്പുമില്ലെന്ന് പറഞ്ഞു. I should do so only if I was really serious about playing cricket. ക്രിക്കറ്റ് കളിയെക്കുറിച്ച് ഗൗരവമായിട്ട് എടുത്താൽ, ക്രിക്കറ്റ് കളി ഗൗരവമായി എടുക്കുകയാണെങ്കിൽ സ്കൂൾ ചേഞ്ച് ആവുന്നതിൽ ഒരു എതിർപ്പുമില്ലെന്ന് അറിയിച്ചു. അപ്പോൾ മൈ ഫാദർ സാറ്റ് മീ ഡൗൺ, എൻ്റെ ഫാദർ എൻ്റെ അടുക്കലിരുന്നു. ആൻഡ് എക്സ്പ്ലെയിൻ, എനിക്ക് ഉപദേശിച്ചു തന്നു. ദാറ്റ്, എന്തെന്നാൽ, വൈൽ ഹി ഡിഡ് നോട്ട് ഹാവ് എനി ഒബ്ജക്ഷൻ ടു മൈ ചേഞ്ച് ഇൻ സ്കൂൾ, എൻ്റെ സ്കൂൾ മാറുന്നതിൽ ഒരു ഒബ്ജക്ഷനും ഇല്ല. ഐ ഷുഡ് ഡു സോ ഓൺലി ഇഫ് ഐ വാസ് റിയലി സീരിയസ് അബൌട്ട് പ്ലേയിങ് ക്രിക്കറ്റ്, ക്രിക്കറ്റ് കളിയെക്കുറിച്ച് ഒരു സീരിയസ്നെസ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല എന്ന് അച്ഛൻ പറഞ്ഞു. I assured him I was, and so it was agreed that I should move to Shadashmam Vidyamandir. I assured him I was, അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകി. അങ്ങനെ, and so it was agreed that I should move to Shadashmam Vidyamandir, വിദ്യാമന്ദിരത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട് സമ്മതിച്ചു. അച്ഛരേക്കർ സാർ വാസ് ക്രിക്കറ്റ് കോച്ച്, അവിടെ അച്ഛരേക്കർ സാറായിരുന്നു ക്രിക്കറ്റ് കോച്ച്. ഓൾ മൈ എനർജീസ് വർ ഗെറ്റിംഗ് ചാനൽഡ് ഇൻ ടു ക്രിക്കറ്റ്, അവിടെ എൻ്റെ എല്ലാ അമിത ഊർജവും ക്രിക്കറ്റിലേക്ക് ഒഴുകി. വിച്ച് ആക്റ്റഡ് ആസ് എ കൈൻഡ് ഓഫ് സേഫ്റ്റി വാൾവ്, അതൊരു സുരക്ഷിതമായ വാൾവ് തുറക്കപ്പെട്ടതുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. മൈ ഫാദർ always said that all he wanted me to do was give it my best effort without worrying about the result. റിസൾട്ടിനെ കുറിച്ച് വേവലാതിപ്പെടാതെ എൻ്റെ എല്ലാ കഴിവുകളും പുറത്തെടുക്കാൻ ശ്രമിക്കുമെന്നതായിരുന്നു അച്ഛൻ്റെ ഒരു ആവശ്യം. അച്ഛൻ അങ്ങനെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ റിസൾട്ടിനെ കുറിച്ച് ഭയപ്പെടണ്ട, നീ എന്ത് ചെയ്തോ, നിൻ്റെ ഫുൾ എഫേർട്ട് എടുത്തിട്ട് നീ പ്രവർത്തിക്കണം, നിൻ്റെ എല്ലാ കഴിവുകളും പുറത്തെടുക്കാൻ ശ്രമിക്കണം എന്ന് അച്ഛൻ പറഞ്ഞു. ഇൻ മൈ ഫസ്റ്റ് ഇയർ അറ്റ് ദ ശാദാശ്മം, എൻ്റെ ആദ്യ വർഷം, ശാദാശ്മത്തിലുള്ള ആദ്യ വർഷം, ഐ പ്ലേഡ് 55 പ്രാക്ടീസ്, ഞാൻ 65 പ്രാക്ടീസ് ചെയ്തു, 65 മാച്ചുകൾ ചെയ്തു. ഐ പ്ലേഡ് 55 പ്രാക്ടീസ് മാച്ചസ് ഡ്യൂറിങ് ദ സമ്മർ ബ്രേക്ക് ഓഫ് 60 days. 60 ദിവസത്തെ വേനൽ ഇടവേളയിൽ 65 പ്രാക്ടീസ് ഞാൻ ചെയ്തു. മൈ സമ്മർ സെഷൻ യൂസ് ടു സ്റ്റാർട്ട് അറ്റ് 7:30 AM ആൻഡ് എൻഡ് അറ്റ് 4:30 PM. സമ്മർ സെഷൻ ആരംഭിക്കുന്നത് രാവിലെ 7:30 മുതൽ വൈകുന്നേരം 4:00 വരെയാണ്. മൈ ഈവനിങ് സെഷൻ വുഡ് സ്റ്റാർട്ട്, എൻ്റെ ഈവനിങ് സെഷൻ ആരംഭിക്കുന്നതോ അറ്റ് 5 PM, 5 മണിക്കാണ് ഈവനിങ് സെഷൻ ആരംഭിക്കുന്നത്. ആഫ്റ്റർ ഓൺലി എ 30-minute ബ്രേക്ക്, ആകെ 30 മിനിറ്റിൻ്റെ ബ്രേക്കിന് ശേഷം വീണ്ടും ആരംഭിക്കും. ഡ്യൂറിങ് ദ ബ്രേക്ക്, ഈ ബ്രേക്കിൻ്റെ സമയം, സാർ വുഡ് ഒഫേൺ ഗിവ് മീ സം മണി, പല സമയത്തും സാർ എന്ത് ചെയ്യും, മണി തരും, പൈസ തരും. ടു ഗോ ആൻഡ് ഹാവ് എ വടപാവ്, എ പോപ്പുലർ മുംബൈ ഫാസ്റ്റ് ഫുഡ്, മുംബൈയിലെ ഒരു പോപ്പുലറായിട്ടുള്ള ഫാസ്റ്റ് ഫുഡായിരുന്ന വടപ്പാവ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ തരും ഈ സമയത്ത് 30 മിനിറ്റിൽ. Between 5 PM and 7 PM I would have 5 more net session.
വൈകുന്നേരം 5-ൻ്റെയും 7-ൻ്റെയും ഇടയിൽ 5-ലേറെ സെഷനുകൾ നടക്കാറുണ്ടായിരുന്നു. ടുവാർഡ്സ് ദ ലാസ്റ്റ് 15 മിനിറ്റ്സ്, അവസാനത്തെ 15 മിനിറ്റിൽ സർ വുഡ് പ്ലേസ് ഓൺ രൂപി കോയിൻ, 1 രൂപയുടെ കോയിന് വെക്കും. ഓൺ ദ ടോപ്പ് ഓഫ് ദി സ്റ്റംപ്, സ്റ്റമ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കും. ആൻഡ് ഇഫ് ഐ മാനേജ് ടു അവോയ്ഡ് ഗെറ്റിംഗ് ഔട്ട്, ദ കോയിൻ വാസ് മൈൻ. അത് അവോയ്ഡ് ചെയ്യാതെ ഞാൻ മാനേജ് ചെയ്യുകയാണെങ്കിൽ ആ കോയിൻ എനിക്കുള്ളതാണ്. അഥവാ 1 രൂപയുടെ കോയിൻ സ്റ്റമ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കണം. അത് താഴെ വീഴാതെ മാനേജ് ചെയ്താൽ ആ 1 രൂപ കോയിൻ എനിക്കുള്ളതാണ്. ഇൻ ദിസ് സെഷൻ എവ്രി ബൗളർ in the camp would come and bowl to me with some 60 to 70 boys fielding. 60 മുതൽ 70 വരെ കുട്ടികൾ ഫീൽഡിങ്ങിലിരിക്കെ അവിടെയുള്ള എല്ലാ ബൗളേഴ്സും എൻ്റെ നേർക്ക് എന്നിട്ട് ബൗൾ ചെയ്തു. അങ്ങനെ പറഞ്ഞാൽ ഇറ്റ് മെൻ, അതിനർത്ഥം ഐ ഹാഡ് ടു ഹിറ്റ് എവറി ബോൾ, ഞാൻ എല്ലാ ബോളും തട്ടണം എന്നാണ്. അലോങ് ദി ഗ്രൗണ്ടിലൂടെ തട്ടണം. ടു സർവൈവ് ദിസ് ഇൻറ്റൻസ് 15 മിനിറ്റ്സ്, അവസാനത്തെ 15 മിനിറ്റ്, തീവ്രമായ 15 മിനിറ്റ് അതിജയിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, വിന്നിങ് ദ ഓൺ റുപ്പി കോയിൻ യൂസ് ടു ഗിവ് മീ ഇമ്മൻസ് സാറ്റിസ്ഫാക്ഷൻ. ആ 1 രൂപ കോയിൻ കിട്ടി വിജയിക്കുക എന്നുള്ളത് വളരെയധികം ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു. ആൻഡ് തോട്ട് മീ ഹൗ ടു കോൺസെൻട്രേറ്റ് ഇവൻ വെൻ ഫിസിക്കലായിട്ട് തളർന്നാലും എങ്ങനെ ഏകാഗ്രത നിലനിർത്തണം എന്നുള്ളതിനെ പഠിപ്പിക്കുന്നതും കൂടിയായിരുന്നു. ആൻഡ് തോട്ട് മീ, എന്നെ പഠിപ്പിച്ചു, ഹൗ ടു കോൺസെൻട്രേറ്റ് ഈവൻ വെൻ ഫിസിക്കലി ട്രെയിൻ, ശാരീരികമായി തളർന്നാലും എങ്ങനെ ഏകാഗ്രത നിലനിർത്തണമെന്ന് അതെന്നെ പഠിപ്പിച്ചു. 1 രൂപ കോയിൻ വെച്ചിട്ടുള്ള കളി മാത്രമല്ല, എല്ലാ ബൗളേഴ്സിനെ കൊണ്ടും ബൗൾ ചെയ്യിപ്പിക്കുകയും 60 മുതൽ 70 കുട്ടികൾ വരെ ഫീൽഡിങ്ങിൽ നിൽക്കുകയും ചെയ്യുന്ന ആ കളി, അവസാനത്തെ 15 മിനിറ്റിലുള്ള അത് എൻഡ് ഓഫ് ഇറ്റ് ഓൾ, ഇതിനെല്ലാം അവസാനം സർ വുഡ് ടെൽ ടു മീ, സാർ എന്നോട് പറയും, ടു റൺ ടു ഫുൾ സർക്യൂട്ട്സ് ഓഫ് ശിവാജി പാർക്ക് വിത്ത് മൈ പാഡ്സ് ആൻഡ് ഗ്ലൗസ് ഓൺ. എൻ്റെ പാഡും ഗ്ലൗസൊക്കെ ഇട്ടിട്ട് 2 റൗണ്ട് ഓടി വരാൻ വേണ്ടിയിട്ട് കൽപ്പിക്കും. ദാറ്റ് വാസ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് മൈ ട്രെയിനിങ്. ഇതായിരുന്നു എൻ്റെ അവസാന ട്രെയിനിങ്, ഒരു ദിവസത്തെ അവസാനത്തെ ട്രെയിനിങ് അതായിരുന്നു. ഐ വുഡ് ബി കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ബൈ ദ എൻഡ് ഓഫ് ഇറ്റ് ഓൾ. ഇതെല്ലാം കഴിഞ്ഞ് ദിവസത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ടാവും ഞാൻ. ഇറ്റ് വാസ് എ റൂട്ടീൻ ഐ വുഡ് റിപ്പീറ്റ് റൈറ്റ് ത്രൂ മൈ സമ്മർ ഹോളിഡേയ്സ്. ഈ സംഭവം ഇങ്ങനെ എന്താ പറയുക, ഇറ്റ് വാസ് എ റൂട്ടീൻ, ഇതൊരു ദിനചര്യയായി മാറി. ഐ വുഡ് റിപ്പീറ്റ് റൈറ്റ് ത്രൂ മൈ സമ്മർ ഹോളിഡേയ്സ്, ഇത് ദിനചര്യയായി മാറി എന്ന് പറഞ്ഞാൽ ഇത് വേനൽക്കാലം മുഴുവൻ ഒരു ആവർത്തിക്കപ്പെട്ടതായി മാറി. ആൻഡ് ഇറ്റ് ഹെൽപ്ഡ് മീ ടു ബിൽഡ് അപ്പ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റാമിന. അതെനിക്ക് മെൻ്റൽ സ്റ്റാമിനയും ഫിസിക്കൽ സ്റ്റാമിനയും ബിൽഡ് ചെയ്തു. എനിക്ക് ഫിസിക്കൽ സ്റ്റാമിനയും മെൻ്റൽ സ്റ്റാമിനയും തന്നത് അതായിരുന്നു എന്നർത്ഥം. അപ്പോൾ ആ അവസാന മിനിറ്റിലുള്ള ട്രെയിനിങ് ആയിരുന്നു എനിക്ക് വളരെയധികം സ്റ്റാമിന തന്നത്, ഫിസിക്കലായിട്ടുള്ള മെൻ്റലായിട്ടുള്ള സ്റ്റാമിന തന്നത് അതായിരുന്നു എന്ന്. ഒക്കേഷണലി, ഇടയ്ക്കിടെ മൈ ഫാദർ കെയിം ടു ടേക്ക് മീ ഹോം ആൻഡ് ഐ വുഡ് always ask him to treat me to a special fruit cocktail at a juice center near the club. ഇടയ്ക്കിടെ അച്ഛൻ എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ക്ലബിലേക്ക് വരുമ്പോൾ ഞാൻ ക്ലബിൻ്റെ അടുത്തുള്ള ഒരു ഫ്രൂട്ട് കടയിൽ നിന്നും ജ്യൂസ് കടയിൽ നിന്നും ഒരു ഫ്രൂട്ട് കോക്ടെയിൽ വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് അച്ഛനോട് പറയാറുണ്ടായിരുന്നു പലപ്പോഴും. മൈ ഫാദർ കെയിം ടു ടേക്ക് മീ ഹോം, എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഐ വുഡ് ഓൾവേസ് ആസ്ക് ഹിം, ഞാൻ പല സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, ടു ട്രീറ്റ് മീ എ സ്പെഷ്യൽ ഫ്രൂട്ട് കോക്ടെയിൽ, ഒരു ഫ്രൂട്ട് കോക്ടെയിൽ വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് അതെ ജ്യൂസ് സെൻറ്റർ നിയർ ദ ക്ലബിൻ്റെ അടുത്തുള്ള ജ്യൂസ് സെൻറ്ററിൽ നിന്നും. വൈൽ ദിസ് റെഗുലർ ഡിമാൻഡ് വാസ് എ ലിറ്റിൽ അൺറീസണബിൾ, ഈ സ്ഥിരമായിട്ടുള്ള എൻ്റെ ഡിമാൻഡ് അതൊരു അവിവേകമായിരുന്നു. ബിക്കോസ് അറ്റ് ദ ടൈം ഐ ഡിഡ് നോട്ട് റിയലൈസ് that my parents also had to take care of
ദ നീഡ്സ് ഓഫ് മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ. എൻ്റെ ബ്രദറിനെയും അതേപോലെ എൻ്റെ സിസ്റ്ററിനെയും കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെയും എൻ്റെ പാരൻസിനൊക്കെ കെയർ ചെയ്യാൻ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. ബിക്കോസ് അപ്പോൾ ഞാൻ അങ്ങനെ അവിവേകം കാണിക്കാൻ കാരണം സ്ഥിരമായിട്ട് അച്ഛനോട് ഫ്രൂട്ട് കോക്ടെയിൽ വാങ്ങിത്തരാൻ പറയുന്നത് ഒരു അവിവേകമായിരുന്നു. കാരണം എന്താ എന്ന് വെച്ചാൽ, ബിക്കോസ് അറ്റ് ദ ടൈം, ആ സമയത്ത് ഐ ഡിഡ് നോട്ട് റിയലൈസ്, ഞാൻ മനസ്സിലാക്കിയില്ല ദാറ്റ് മൈ പാരൻസ്, എൻ്റെ പാരൻസ് ആൾസോ ഹാഡ് ടു ടേക്ക് കെയർ, ഈ പാരൻസിനേക്ക് നോക്കേണ്ടതുണ്ട് ദ നീഡ്സ് ഓഫ് മൈ ബ്രദർ, എൻ്റെ ബ്രദേഴ്സിൻ്റെ കാര്യം നോക്കേണ്ടതുണ്ട്, ആൻഡ് സിസ്റ്റേഴ്സ്, എൻ്റെ സിസ്റ്റേഴ്സിൻ്റെയും കാര്യം നോക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, മൈ ഫാദർ വുഡ് ഇൻവേരിയബിളി end up giving me what I want. പക്ഷെ എന്നാലും എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടതെന്തും ഇടവിടാതെ, ഒരു കുറവും വരുത്താതെ, ഇടവിടാതെ വാങ്ങി തന്നുകൊണ്ടിരുന്നു. ജസ്റ്റ് ടു സീ മീ ഹാപ്പി. എന്തിനു വേണ്ടിയിട്ട്? ജസ്റ്റ് ടു സീ മീ ഹാപ്പി, എൻ്റെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട്. ഓൺ അതർ ഡേയ്സ്, മറ്റുള്ള ദിവസങ്ങളിൽ, വെൻ ഐ മെയ്ഡ് മൈ വേ ഹോം ഫ്രം ശിവാജി പാർക്ക് ഓൺ മൈ ഓൺ, ഐ വുഡ് often fall asleep on the bus. ഞാൻ ചില ദിവസങ്ങളിൽ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ, ശിവാജി പാർക്കിൽ നിന്നും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ബസ്സിൽ ഉറങ്ങാറുണ്ടായിരുന്നു. ഇഫ് ഐ മാനേജ് ടു സീറ്റ് ഡൗൺ, സീറ്റ് കിട്ടുന്ന സമയത്ത്, ബസ്സിൽ ഇരിക്കാൻ വേണ്ടി സീറ്റ് കിട്ടിയാൽ ഞാൻ ഉറങ്ങാറുണ്ടായിരുന്നു. Anyone who has been on Mumbai bus at peak hours will know just how difficult it is to get a seat. മുംബൈ നഗരങ്ങളിൽ തിരക്കേറിയ സമയത്ത് മുംബൈയിലുള്ള ബസ്സുകളിൽ ഒരു സീറ്റ് കിട്ടുക എന്നുള്ളത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മുംബൈ നഗരത്തിൽ വളരെയധികം തിരക്കുള്ള സമയങ്ങളിൽ ഇരിക്കാനൊരു സീറ്റ് കിട്ടുക എന്നുള്ളത് വളരെയധികം എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഓൺ ഡേയ്സ് വെൻ ഐ വാസ്ന്റ് സോ ലക്കി, ഭാഗ്യമില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ, അഥവാ ഇരിക്കാൻ സീറ്റ് കിട്ടാത്ത ദിവസങ്ങളിലാണെങ്കിൽ, ഇറ്റ് വാസ് സ്റ്റിൽ എ ചാലഞ്ച് ജസ്റ്റ് ടു സ്റ്റാൻഡ് വിത്ത് ദ കിറ്റ് ബാഗുമായി നിൽക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. കാരണം ദ ബസ് കണ്ടക്ടേഴ്സൊക്കെ വുഡ് inevitably complain about me taking up the space of another passenger. മറ്റുള്ള യാത്രക്കാരുടെ സ്ഥലം കവർന്നെടുക്കുന്നു എന്നുള്ള ഒരു പരാതി കണ്ടക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ വെല്ലുവിളിയാണെന്ന് പറയാൻ കാരണം ദ ബസ് കണ്ടക്ടേഴ്സ് വുഡ് ഇൻഎവിറ്റബിളി, തീർച്ചയായിട്ടും അവർ കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു അബൌട്ട് മീ, എന്നെക്കുറിച്ച്, ടേക്കിംഗ് അപ്പ് ദ സ്പേസ് ഓഫ് അനദർ പാസഞ്ചേഴ്സ്, മറ്റുള്ള പാസഞ്ചേഴ്സിൻ്റെ ഒക്കെ സ്ഥലം കവർന്നെടുക്കുകയാണ്, ഞാൻ കിറ്റ് ബാഗുമായിട്ട് നിൽക്കുന്ന സമയത്ത് രണ്ടാളെ സ്ഥലം കവർന്നെടുക്കുകയാണ് എന്നുള്ള പരാതികളുണ്ടായിരുന്നു. ഇറ്റ് കുഡ് ബി എംബറാസിങ്, വളരെയധികം വിഷമകരമായിരുന്നു. കാരണം ദ കണ്ടക്ടേഴ്സ് വർ often rude, വളരെയധികം മര്യാദയില്ലാതെയായിരുന്നു കണ്ടക്ടേഴ്സൊക്കെ പല സമയത്തും എന്നോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് വുഡ് സം ടൈംസ് ആസ്ക് മീ ടു ബൈ 2 tickets. ചില സമയത്ത് എന്നോട് 2 tickets, 2 ടിക്കറ്റുകളൊക്കെ ചോദിക്കും. ഐ ഡിഡ്ന്റ് ഹാവ് ദ മണി ഫോർ സെക്കൻഡ് ടിക്കറ്റ്, പക്ഷേ എൻ്റെ കയ്യിൽ സെക്കൻഡ് ടിക്കറ്റിന് വേണ്ടിയിട്ട് ക്യാഷ് ഉണ്ടാവാറില്ല. ആൻഡ് ഐ ഹാഡ് ടു ലേൺ ടു ടേക്ക് ദിസ് റിമാർക്സ് ഇൻ മൈ സ്റ്റർ. പക്ഷേ ആ സംഗതികളൊക്കെ ഞാൻ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഇനി നെക്സ്റ്റ് അവൻ്റെ യാത്രയെക്കുറിച്ച് പറയാം. അവൻ്റെ യാത്രയിൽ അവൻ്റെ ഡ്രസ്സ് വളരെയധികം ഡേർട്ടി ആയിരുന്നു, വളരെയധികം മുഷിഞ്ഞ ഡ്രസ്സായിരുന്നു. ആ സമയത്ത് അവൻ എങ്ങനെയാണ് അതിനെ മറ്റുള്ളവർക്ക് വെറുപ്പില്ലാത്ത രീതിയിൽ മാനേജ് ചെയ്തത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഡേർട്ടി ക്ലോത്ത്സ്, എൻ്റെ മുഷിഞ്ഞ ഡ്രസ്സുകൾ often add to embarrassment, അത് ചില സമയത്ത് വളരെയധികം വല്ലായ്മ, ഒരു വിഷമം തോന്നിപ്പിച്ചിരുന്നു. വിത്ത് ടൈം ഐ evolved with a way warping the kit bag around me. ആ സമയത്ത് ഞാൻ ക്രമേണ
ക്രമേണയായിട്ട് പല സമയത്തായിട്ടായി ഇവോൾവ്ഡ് എ വേ, ഞാനൊരു ഒരു ഒരു വഴി ആവിഷ്കരിച്ചെടുത്തു. ഓഫ് വാപ്പിംഗ് ദ കിറ്റ് ബാഗ് അറൗണ്ട് മീ, എൻ്റെ കിറ്റ് ബാഗ് എന്നെ ചുറ്റും പൊതിഞ്ഞ് നിർത്തുക എന്നുള്ളൊരു സംഭവം ഞാൻ ആവിഷ്കരിച്ചെടുത്തു. അപ്പോൾ എൻ്റെ ഡ്രസ്സ് മുഷിഞ്ഞതായതുകൊണ്ട് തന്നെ കിറ്റ് ബാഗ് കൊണ്ട് ഞാൻ മൊത്തത്തിലിങ്ങനെ എൻ്റെ ശരീരം മറക്കുന്ന ഒരു സംഗതി ആവിഷ്കരിച്ചെടുത്തു. ഓക്കെ, എങ്ങനെയാണ്? അറൗണ്ട് മീ, എനിക്ക് ചുറ്റും കിറ്റ് ബാഗ് ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട്, അപ്പോൾ പിന്നെ ഡ്രസ്സ് കാണില്ലല്ലോ, അപ്പോൾ ഡ്രസ്സിൻ്റെ ആ അഴുക്ക് എന്ത് ചെയ്യൂല, മറ്റുള്ളവർക്ക് അലോസരം ഉണ്ടാക്കൂല. ജസ്റ്റ് ആസ് ഹെൽമെറ്റ് ആൻഡ് പാഡ് ബിക്കം എ പാർട്ട് ഓഫ് വെൽ ബാറ്റിംഗ്, ബാറ്റിങ്ങിനിടയിൽ ഹെൽമെറ്റും പാഡൊക്കെ എൻ്റെ ബാറ്റിങ്ങിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു ഭാഗമായി മാറിയതുപോലെ തന്നെ, ബാറ്റിങ്ങിനിടയിൽ അതിൻ്റെ ഒരു ഭാഗമായി ഹെൽമെറ്റും പാഡൊക്കെ മാറിയതുപോലെ തന്നെ ഈ യാത്രക്കിടയിൽ എൻ്റെ ഒരു ഭാഗമായി മാറി കിറ്റ് ബാഗ് എന്നുള്ളത്, എൻ്റെ ഒരു ഭാഗമായിട്ട് മാറി, യാത്രയുടെ ഒരു ഭാഗമായി മാറി. സോ അതുകൊണ്ട് തന്നെ ദ കിറ്റ് ബാഗ് ബിക്കം, അതായിത്തീർന്നു, ബിക്കെയിം ആൻ എക്സ്റ്റൻഷൻ ഓഫ് മീ ഓൺ ദ ബസ്സിൽ എൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായിട്ട് കിറ്റ് ബാഗും മാറി. ഐ വുഡ് often take the bus or train from Banjara to Churchgate and it was all a great learn experience. I would often take the bus or train from the ബഞ്ചറയിൽ നിന്നും ടു ദ ചർച്ച് ഗേറ്റിലേക്കുള്ള ഒരു ബസ് കിട്ടുക എന്നുള്ളതും അതിലുള്ള യാത്രയും ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ്, അത് വളരെയധികം പഠനാർഹമായ ഒരു അനുഭവമായിരുന്നു. ഈവൻ ദോ ഐ ലവ് ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും there were still occasional days, പല സമയത്തും പലപ്പോഴായിട്ട് പല ദിവസങ്ങളിലും when playing with my friends at home was such fun, വളരെയധികം തമാശ കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ that I would conveniently forget, ഞാൻ ബോധപൂർവം മറക്കുമായിരുന്നു. I was supposed to go to the നെറ്റിലേക്ക് പോകാനുള്ളത് ഞാൻ മറക്കുമായിരുന്നു. If I didn't turn up, അച്രേക്കർ സാർ would jump on his scooter, എന്നെ കാണാതിരിക്കുമ്പോൾ അച്രേക്കർ സാർ അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൽ ചാടിക്കേറിയിട്ട് എന്നെ പൊക്കാൻ വേണ്ടിയിട്ട് വരും. ആൻഡ് കം ടു ഫൈൻഡ് മീ, എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരും. സോ വുഡ് സ്പോട്ട് മീ, എന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും. ഇൻ ദ മെല്ലെ ആൻഡ് വിർച്വലി ഡ്രാഗ് മീ, എന്നെ ആ വഴക്കിൽ നിന്നും മനസ്സിലാക്കുവാൻ വിർച്വലി ഡ്രാഗ് മീ, എന്നെ യഥാർത്ഥത്തിൽ വലിച്ചു കൊണ്ടുപോകും. I would come up with excuse but he would have none of it, ഞാൻ പല എക്സ്ക്യൂസുകളും നിരത്തും, പക്ഷെ അതൊന്നും അദ്ദേഹം എന്താ പറയുക സ്വീകരിക്കൂല, അതെല്ലാം അദ്ദേഹം നിരസിക്കുമായിരുന്നു. He would get me to change and head off to the Shivaji Park, അദ്ദേഹം എന്നെ ഡ്രസ് ചെയ്യിപ്പിച്ച ശേഷം ശിവാജി പാർക്കിലേക്ക് കൊണ്ടുപോകും. On the drive he would tell me, അദ്ദേഹം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം എനിക്ക് പറഞ്ഞു തരും ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം പ്ലേയിങ് ഇനൈൻ ഗെയിംസ് വിത്ത് ദിസ് കിഡ്സ്, ഈ കുട്ടികളുമായി നീ പ്രയോജനമില്ലാത്ത കളി കളിച്ചുകൊണ്ട് നിൻ്റെ സമയം നീ പാഴാക്കരുത്. കാരണം ക്രിക്കറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ യു അറ്റ് ദ നെറ്റുകളിൽ ക്രിക്കറ്റ് നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രാക്ടീസ് ഹാർഡ്, നന്നായി പ്രാക്ടീസ് ചെയ്താൽ ആൻഡ് സീ വാട്ട് മാജിക് ക്യാൻ ട്രാൻസ്പ്യൂർ, എന്ത് അത്ഭുതമാണ് സംഭവിക്കുന്നതെന്ന് നിനക്ക് കാണാൻ കഴിയും. അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത് ഐ ഹേറ്റഡ് ബീങ് ഡ്രാഗ്ഡ് ഓഫ്, എന്നെ വലിച്ചു കൊണ്ടുപോകുന്നത് എനിക്ക് വലിയ ദേഷ്യമായിരുന്നു. ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ആസ് ഐ ലുക്ക് ബാക്ക്, ഞാൻ തിരിച്ചു നോക്കുന്ന സമയത്ത് ഐ ഫീൽ ഷീപ്പിഷ്, ഞാൻ വളരെയധികം ലജ്ജ തോന്നുകയാണ് എനിക്ക്. ബട്ട് മൈ ആക്ഷൻ, കാരണം എൻ്റെ ആക്ഷൻ ആൻഡ് ക്യാൻ ഓൺലി അഡ്മിയർ, എൻ്റെ ആക്ഷൻ ആലോചിച്ചിട്ട് ഐ ഫീൽ ഷീപ്പിഷ് അബൌട്ട് മൈ ആക്ഷൻ, എൻ്റെ ആക്ഷന് ഞാൻ ചെയ്ത പ്രവർത്തികൾ ആലോചിച്ചിട്ട് എനിക്കിപ്പോൾ ഇങ്ങനെ ലജ്ജ തോന്നുകയാണ്. അങ്ങനൊന്നും ഞാൻ എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു, വെറുക്കാൻ പാടില്ലായിരുന്നു, അദ്ദേഹത്തോട് വെറുപ്പ് കാണിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള നിലയ്ക്ക് എനിക്ക് ലജ്ജ തോന്നുകയാണ്. ആൻഡ് ക്യാൻ ഓൺലി അഡ്മിയർ സർ ഫാർ സൈറ്റഡ്നെസ്, ഈ സമയത്ത് അതൊക്കെ ആലോചിക്കുമ്പോൾ അദ്ദേഹം ദീർഘവീക്ഷണം, ഫാർ സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ ദീർഘവീക്ഷണത്തിനോട് എനിക്ക് ഒരു എന്താ പറയുക ബഹുമാനം മാത്രമേ തോന്നുന്നുള്ളൂ. ഓക്കെ, ഇനി ലാസ്റ്റ് പാരഗ്രാഫ്. സാർ ആൾസോ പണിഷ്ഡ് മീ, സാറ് ഒരിക്കൽ എനിക്കെന്ത് ചെയ്തു, പണിഷ്മെൻറ്റ് തന്നു. പണിഷ് മീ ഓൺ ദ ഒക്കേഷൻ വെയിങ് ട്രൈങ് ടു
ടീച്ച് മീ എ വെരി ഇമ്പോർട്ടൻറ്റ് ലെസൺ. എന്നൊരു ഒരു പ്രധാന കാര്യം ഒരു പ്രധാന പാഠം പഠിപ്പിക്കുന്നതിനിടയിൽ പഠിപ്പിക്കാൻ വേണ്ടി എനിക്കൊരു പണിഷ്മെൻറ്റ് തന്നു. വൺസ് ഐ ബങ്ക് മൈ ഡെയിലി ഈവനിങ് പ്രാക്ടീസ്. ഒരിക്കൽ ഞാൻ എൻ്റെ ഡെയിലി ഈവനിങ് പ്രാക്ടീസിൽ നിന്ന് മുങ്ങി. എന്തിനു വേണ്ടിയിട്ട്? ടു വാച്ച് ആൻ ഇൻ്റർ സ്കൂൾ ക്രിക്കറ്റ് മാച്ച്, നോട്ട് ആൻറ്റിസിപ്പേറ്റിംഗ് ദാറ്റ് സർ വുഡ് ബി ദെയർ. സാറ് അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഞാൻ എന്ത് ചെയ്തു? ഒരു ഇൻ്റർ സ്കൂൾ ക്രിക്കറ്റ് മാച്ച് കാണാൻ വേണ്ടിയിട്ട് മുങ്ങി. സാറ് അവിടെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ പോയതായിരുന്നു. ഒരു എന്താ പറയുക, വൈകുന്നേരത്തെ പ്രാക്ടീസിന് പങ്കെടുക്കാതെ ഇൻ്റർ സ്കൂൾ ക്രിക്കറ്റ് മാച്ച് കാണാൻ വേണ്ടിയിട്ട് സാറ് അവിടെ ഉണ്ടാവില്ല, ഒട്ടും പ്രതീക്ഷിക്കാതെ പോയതായിരുന്നു. പക്ഷേ സാറ് അവിടെ ഉണ്ടായിരുന്നു. വാസ് ആംഗ്രി ആൻഡ് ഹി സെഡ്, അദ്ദേഹം വളരെയധികം ദേഷ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, സെഡ് ഇറ്റ് വാസ് ഇൻ ഫോർ മീ, ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ കളി കാണാന്നുള്ളത്. ടു കം ആൻഡ് വാച്ച് അതർ പീപ്പിൾ പ്ലേ ഫോർ, മറ്റുള്ള ആളുകളുടെ കളി കാണുക എന്നുള്ളത് എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇഫ് ഐ പ്രാക്ടീസ്ഡ് ഹാർഡ് എനഫ്, നീ നന്നായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഓൺ ദ പീപ്പിൾ ഫ്രം അക്രോസ് ദ വേൾഡ്, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള ആളുകൾ വുഡ് കം ആൻഡ് വാച്ച് മീ പ്ലേ, നിൻ്റെ കളി കാണാൻ വേണ്ടിയിട്ട് വരും. ഹാഡ് ഇറ്റ് നോട്ട് ബീൻ ഫോർ സാർ ഐ നോട്ട് ബി ദ ക്രിക്കറ്റ്. ഹാഡ് ഇറ്റ് നോട്ട് ബീൻ ഫോർ സാർ ഇല്ലായിരുന്നുവെങ്കിൽ ഐ വുഡ് നോട്ട് ബി ദ ക്രിക്കറ്റർ ഐ ടേൺ ഔട്ട് ടു ബി, ഞാൻ ഇന്ന് ഒരു നല്ലൊരു കളിക്കാരനായി മാറില്ലായിരുന്നു. ഹി വാസ് എ സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയൻ, അദ്ദേഹം വളരെയധികം ഒരു കർക്കശക്കാരനായ, ഒരു അച്ചടക്കം പഠിപ്പിക്കുന്ന ഒരു എന്താ പറയുക, ഡിഡ് എവറിത്തിങ് ഹി കുഡ് ബി ഫോർ മീ, എനിക്ക് വേണ്ടി എല്ലാം ചെയ്ത ഒരു കർക്കശക്കാരനായ പരിശീലകനായിരുന്നു. ഹി വാസ് എ സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയൻ ആൻഡ് ഡിഡ് എവറിത്തിങ് ഹി കുഡ് ഫോർ മീ, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്ന ഒരു കർക്കശക്കാരനായ പരിശീലകനായിരുന്നു. സാറില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നൊരു നല്ലൊരു ക്രിക്കറ്റർ ആകുമായിരുന്നില്ല. ഐ ഓ മൈ സെൽഫ് ടു ഹിം, ഞാൻ എൻ്റെ എല്ലാം സാറിന് വേണ്ടി കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ സച്ചിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. എല്ലാവരും നല്ല രീതിയിൽ പാഠം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.